സാർ നമസ്കാരം. നമസ്കാരം. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ UDFന് മികച്ച ഭൂരിപക്ഷം കിട്ടും എന്നുള്ളൊരു ധാരണയിലേക്ക് കാര്യങ്ങൾ വന്നു. ഈ സമയത്ത് മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി പ്രത്യക്ഷമായി അവിടെ കലഹങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോഴും പലരും മുഖ്യമന്ത്രി കുപ്പായം അടിച്ച് കാത്തിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ കഴിയുക. ഇതിനിടയിൽ അണിയറയിൽ ചില നീക്കങ്ങൾ നടക്കുന്നു. ഇന്നിപ്പോൾ സുധാകരൻ്റെ മുതിർന്ന നേതാവായ സുധാകരൻ്റെ ഒരു FB കുറിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് എന്തുകൊണ്ടും അനുയോജ്യനായ മനുഷ്യനാണ്. അദ്ദേഹം ചെയ്ത ത്യാഗസന്നദ്ധമായ പ്രവർത്തനങ്ങളാണ് ഇന്നിപ്പോൾ UDFന് അധികാരത്തിലേക്ക് ഏറ്റാൻ വേണ്ടിയുള്ള ഒരു പ്രവൃത്തിയിലേക്ക് വന്നെത്തിയിരിക്കുന്നത്. 2026 മികച്ച വിജയം നേടുന്നതിന് വേണ്ടി കോൺഗ്രസിനെ പ്രാപ്തിയിലേക്ക് കൊണ്ടുവന്നത് KC ആണ് എന്നൊക്കെയാണ് സുധാകരൻ തൻ്റെ FB കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞ വാക്കുകൾക്ക് വ്യത്യാസമുണ്ട്, അർത്ഥം ഇതാണ്. ഇവിടെ നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യം, KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും സുധാകരൻ ഇറങ്ങിപ്പോകേണ്ടി വന്ന ഒരു കാര്യം, പിന്നെ മറ്റൊന്ന് നിയമസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ടി സുധാകരൻ വാശി പിടിച്ച് നിന്ന ഒരവസരം. ഇതിന് രണ്ടിനും വിഘാതമായി നിന്നത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് എന്നൊരു ധാരണ. VD സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും വെട്ടുന്നതിന് വേണ്ടിയാണ് KC വേണുഗോപാലിൻ്റെ താല്പര്യപ്രകാരം, KCയുടെ ക്യാമ്പിൻ്റെ താല്പര്യപ്രകാരം സുധാകരൻ ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടതാണ് എന്നൊരു കിംവദന്തി ഇപ്പോൾ രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളുണ്ട്. ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിലും മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിലും സുധാകരനെയും VD സതീശനെയും വളരെ വ്യക്തിപരമായി അടുത്തറിയാവുന്ന ആളെന്ന രീതിയിൽ എന്താണ് സാറിൻ്റെ അഭിപ്രായം? ഞാൻ ഈ 3 പേരെയും വളരെ അടുത്ത ബന്ധമുണ്ട്. അവരായിട്ട് പല കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയാണെങ്കിൽ എൻ്റെ ലാവ്ലിൻ കേസിൽ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. മറ്റെല്ലാവരും പിന്തുണ അറിയിച്ചിട്ടുണ്ട്. VD സതീശനാണെങ്കിൽ എന്നെ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ തടഞ്ഞ ആളാണ്, പോലീസിനെ ഓട്ടിച്ച ആളാണ്. കാരണം DGPനെ ഇടപെട്ടിട്ട് നോട്ടീസ് നൽകാതെ ഒരു വസ്തു നടത്തില്ലെങ്കിൽ വളയെന്ന് പറഞ്ഞിട്ട് അവസാനം പോലീസിന് കീഴടങ്ങേണ്ടി വന്നു. എനിക്ക് നോട്ടീസ് ഒന്ന് പോയി. അതേപോലെ എന്നെ മുമ്പ് കള്ളക്കേസിൽ കടക്കി അറസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ വീട്ടിലെ വിളിച്ച് ആശ്വസിപ്പിച്ച ആളാണ്. അതേപോലെ പോലീസിനെ വിരട്ടിയ ആളാണ് സുധാകരൻ. അങ്ങനെ 3 പേരും എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. സുധാകരനായാലും രമേശ് ചെന്നിത്തലയായാലും VD സതീശനായാലും ഇതൊക്കെ തന്നെ അടുത്ത ബന്ധമുള്ള ഒരാൾ ആവുമ്പോൾ തന്നെ ഇപ്പോഴത്തെ ഈ വാദപ്രതിവാദങ്ങളിൽ കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. ഇപ്പം പറയുന്നത് സുധാകരൻ പറയുന്നത് കേരളത്തിൽ വേണുഗോപാലിൻ്റെ ഇടപെടൽ കൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ കഴിവ് കൊണ്ടുമാണ് കേരളത്തിൽ UDF വിജയിക്കാൻ പോണത് എന്നാണ്. എന്നാൽ നാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന വേണുഗോപാലിന് ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം എവിടേക്ക് ഇലക്ഷൻ നടന്നിട്ടുണ്ട്? ഒരു സ്ഥലത്തും കോൺഗ്രസിന്. മഹാരാഷ്ട്ര എന്ന് പറഞ്ഞാൽ ലോക്സഭാ ഇലക്ഷനിൽ 48 സീറ്റിൽ 34 സീറ്റും ആർക്കാണ്? കോൺഗ്രസിനും ശിവസേനയ്ക്ക് അടക്കമുള്ള മുന്നണിക്കാണ്. അതിൻ്റെ അർത്ഥം അത്രയും വലിയ ഭൂരിപക്ഷത്തോട് ജയിച്ചാണ്. ഹിമാചൽ പ്രദേശിൽ ഇതേപോലെയായിരുന്നു ഉണ്ടായിരുന്നത്, ഹരിയാനയിൽ ഇതേപോലെയായിരുന്നു, ഛത്തീസ്ഗഡിൽ ഇതേപോലെ ഉണ്ടായിരുന്നു. അങ്ങനെ 5 സ്റ്റേറ്റുകളിൽ തുടർച്ചയായിട്ട് കോൺഗ്രസ് ജയിക്കേണ്ട സ്ഥലങ്ങളിൽ ആര് ജയിച്ചു? അപ്പം വേണുഗോപാലിന്റെ കഴിവ് അവിടെയാണ് തെളിയിക്കുന്നത്. ഇവിടെ എന്തായിരുന്നു സ്ഥിതി? കർണാടകയിൽ വിഭിന്നമാണ്. അല്ല, കർണാടകയിൽ ലോക്സഭ ഇലക്ഷനിൽ പിന്നോട്ട് പോയെങ്കിൽ അവിടെ വിജയിച്ചു. ഇവിടെ എന്താണ് സ്ഥിതി? കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം 2021 ഇലക്ഷനിൽ ദയനീയമായിട്ട് കേരളത്തിൽ UDF പരാജയപ്പെട്ടു. എന്നാൽ 2016 മുതൽ 2021 വരെയുള്ള പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന് ഞെട്ടിക്കുന്ന അഴിമതികളുടെ നീണ്ട പരമ്പര തന്നെ അദ്ദേഹം ഫൈറ്റ് ചെയ്യുണ്ടായി. പക്ഷെ അതിൽ അദ്ദേഹം വിജയിച്ചെങ്കിലും, നിയമസഭയിൽ അദ്ദേഹം വിജയിച്ചെങ്കിലും അത് ജനങ്ങളിൽ എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടില്ല. അദ്ദേഹം ജില്ലാ കമ്മിറ്റികളുമായി ബന്ധപ്പെട്ട് അതാത് ജില്ലകളിലടക്കം പാർട്ടിയെ സജീവമാക്കുന്നതിനോ അല്ലെ KPCC പ്രസിഡന്റുമായി ചേർന്നുകൊണ്ട് അദ്ദേഹം കോൺഗ്രസിനെ UDFനെ ഡെവലപ്പ് ചെയ്യുന്നതിലോ അദ്ദേഹം കൊണ്ടുവന്ന അഴിമതികൾ താഴെത്തട്ടിൽ എത്തിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. പകരം അദ്ദേഹം നിയമസഭയിൽ പുലിയായി മാറി, പുറത്ത് അത് ജനങ്ങളിൽ എത്തിയില്ല. എന്നാൽ VD സതീശൻ വന്ന ശേഷം അതിന് മാറ്റം വന്നു. രമേശ് ചെന്നിത്തല പരാജയപ്പെട്ടത് കൊണ്ടാണല്ലോ പ്രതിപക്ഷ നേതാവ് എന്ന വിധത്തിൽ പരാജയപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഭരണത്തിൽ എത്തിക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ VD സതീശൻ കൊണ്ടുവന്നത്. ഇപ്പൊ VD സതീശന് ഒരു അവകാശം അദ്ദേഹത്തിന് അവസരം കൊടുത്തു. അദ്ദേഹം വന്ന ശേഷം ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എവിടെയായിരുന്നു? തൃക്കാക്കരയായിരുന്നു. 14,000 വോട്ടിന് PT തോമസ് ജയിച്ച സ്ഥലത്താണ് 25,000 വോട്ടിന്. അതിനുശേഷം
പുതുപ്പള്ളിയിൽ നമ്മുടെ എല്ലാവരും ബഹുമാന്യനായ നീതിമാനായ ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം 9,000 വോട്ടിന് ജയിച്ച സ്ഥലത്ത് 37,000 വോട്ടിന് ജയിച്ചു. അതിനുശേഷം ചേലക്കരയും പാലക്കാടും ഇലക്ഷൻ നടന്നു. പാലക്കാട് 3,000 വോട്ടിന് ജയിച്ച ഷാഫി പറമ്പിൽ ജയിച്ചിട്ട് MP ആയതിന്റെ പേര്, വടകര MP ആയതിന്റെ പേര് രാജിവെക്കേണ്ടതിനാൽ രാഹുൽ മാങ്കൂട്ടം വന്നപ്പോൾ 18,890 വോട്ടിന് ജയിച്ചു. പാലക്കാടിന്റെ ചരിത്ര ഭൂരിപക്ഷം, അത് ചരിത്ര ഭൂരിപക്ഷമാണ്. മാത്രമല്ല ചേലക്കരയിൽ 40,000 വോട്ടിന്റെ 39,800 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു കെ രാധാകൃഷ്ണൻ. മറിച്ച് രമ്യ ഹരിദാസിന് 12,000 വോട്ടിന്റെ പരാജയം ഉണ്ടായിട്ടുള്ളൂ. 28,000 വോട്ട് പോയി കുറഞ്ഞു. എന്തിന്? നിലമ്പൂരിൽ അവിടെ ഒരു ശക്തമായ മത്സരം ഇയാൾ PV അൻവർ രാജിവെച്ചിട്ട് അവിടെ ഒരു ഇലക്ഷൻ വന്നു. ആര്യാട മുഹമ്മദിന്റെ മകൻ ഷൗക്കത്ത് ആര്യാടനെ അവിടെ നിർത്തുക മാത്രമല്ല അൻവറുമായി യാതൊരു ബന്ധവും വേണ്ട എന്ന് അദ്ദേഹം തീരുമാനിച്ചു. UDF-ലേക്ക് പ്രവേശനമില്ല എന്ന് തന്നെ കർട്ടൻ്റായിട്ടേ പറഞ്ഞു. അതിൽ അവിടെ 12,000 വോട്ടിന് ജയിച്ചു. മൊത്തം നോക്കുമ്പോൾ 32,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. അപ്പൊ മൊത്തത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം വന്ന ശേഷം നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ വൻ വിജയം, 5 ഇരട്ടി വോട്ടുകൾക്കാണ് ജയിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ആദ്യമായി 550ഓളം ഗ്രാമപഞ്ചായത്തുകളിൽ UDF വിജയിക്കുണ്ടായി. 7 ജില്ലാ പഞ്ചായത്തുകൾ നേടിയെടുത്തു. എന്തിന്? കോഴിക്കോട് ചരിത്രത്തിൽ ആദ്യമായിട്ട്, അതേപോലെ കൊല്ലത്ത് ചരിത്രത്തിൽ ആദ്യമായിട്ട് UDF-ന്റെ മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. അതിലുപരിയായിട്ട് നമ്മുടെ ലോക്സഭാ ഇലക്ഷൻ വന്നു. അതിൽ 18 സീറ്റ് നേടിയെടുക്കാൻ കഴിഞ്ഞു. അപ്പൊ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം വന്ന ശേഷം അദ്ദേഹത്തിന്റെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം വർക്ക് ചെയ്യുന്നത്, അദ്ദേഹം ഓരോ സ്ഥലത്ത് ഇറങ്ങുന്നതും പ്ലാൻ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും. എന്തിന്? തൃക്കാക്കരയിൽ നമുക്കറിയാം പിണറായി വിജയനും 20 മന്ത്രിസഭാ അംഗങ്ങളും മന്ത്രിമാരും ചേർന്ന് പ്രചാരണം നടത്തിയിട്ടും ആണ് പരാജയപ്പെട്ടത്. ഇതേപോലെയായിരുന്നു ബാക്കി എല്ലാ സ്ഥലത്തും. അപ്പൊ അതിനെയൊക്കെ മറികടക്കുന്ന UDF-നെ ശക്തമാക്കാൻ വേണ്ടി അവരെല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുന്ന ഒരു ശക്തിയായിട്ട് തീർച്ചയായും KPCC പ്രസിഡന്റിനേക്കാൾ ശക്തമായി പ്രവർത്തിച്ചത് VD സതീശനാണെന്ന് നേരിട്ടറിയുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ കഠിനാധ്വാനത്തിലൂടെ UDF-നെ പഴയ UDF-ൽ തകർന്നു തരിപ്പണമായ UDF-ൽ നിന്നും മാറ്റി ശക്തമായ ഒരു പ്ലാറ്റ്ഫോമാക്കി മാറ്റി. എന്തിന്? ഇത്തവണത്തെ CPM-ലെ പ്രമുഖരായ നേതാക്കന്മാർക്ക് സോഷ്യലിസ്റ്റ് ചിന്താഗതിയുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷ ചിന്താഗതിയുള്ള G സുധാകരനെ പോലുള്ള ആളുകൾക്ക് മത്സരിക്കാൻ പാകത്തിൽ ആ പ്ലാറ്റ്ഫോം ഉയർന്നു. അങ്ങനെയാണല്ലോ പയ്യന്നൂരിലും അതേപോലെ തളിപ്പറമ്പിലടക്കം CPM-ന്റെ സമുന്നതരായ മാന്യരായ ആളുകൾ, തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നുമില്ലാത്ത ആയിഷാപ്പറ്റി അടക്കമുള്ള ആളുകൾ, എന്തിന് VS അച്യുതാനന്ദന്റെ സെക്രട്ടറി അടക്കം ഇതിലേക്ക് വരാനുള്ള സാഹചര്യം ഒരുക്കിയത്. അതിൻ്റെയൊക്കെ നിലപാടുകളുടെ രാജകുമാരൻ എന്ന് പറയുന്നത് VD സതീശനായിരുന്നു. മാത്രമല്ല ലീഡർ ആയിരുന്നു. എല്ലാവരും കൂടി എല്ലാ മുന്നണിയിൽപ്പെട്ട കക്ഷികളെയും അദ്ദേഹം ഒരേപോലെ UDF ശക്തമാക്കി. അതിന്റെ ഒരു വിജയമാണ് കേരളത്തിൽ നടന്നത്. അതിന്റെ കൂട്ടത്തിൽ രാഹുൽ ഗാന്ധി വന്നിട്ടുണ്ടാവും, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം ഉണ്ടാവും, പ്രിയങ്ക ഗാന്ധി വന്നിട്ടുണ്ടാവും. പക്ഷേ ഈ അടിത്തട്ട് വരെയുള്ള ബൂത്ത് തലത്തിലുള്ള സംഘടനയെ സജ്ജമാക്കി ഇലക്ഷന് തയ്യാറാക്കി കൃത്യമായി മാസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രിപ്പയർ ആക്കി വെച്ച് ഒരാളായിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് 100-ൽ പരം സീറ്റുകളിൽ വിജയിക്കും എന്ന് പറഞ്ഞത്. ഇല്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്ന് പറയുന്നതിന്റെ ആത്മവിശ്വാസം എന്താ? അദ്ദേഹം പറഞ്ഞത് UDF-നെ അധികാരത്തിൽ എത്തിക്കും, 100-ൽ പരം സീറ്റ് കിട്ടും. UDF-നെ അധികാരത്തിൽ എത്തിച്ചില്ലെങ്കിൽ വനവാസന പറഞ്ഞ 100-ൽ പരം സീറ്റ് കിട്ടുന്ന കാര്യമല്ല, വനവാസത്തിന് പറഞ്ഞ കാര്യം. അപ്പം അദ്ദേഹത്തിന്റെ ഉറച്ച ആ വാക്കുകളും അതേപോലെ നിലപാട്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം വന്നപ്പോൾ എടുത്ത തീരുമാനം എന്താണ്? അദ്ദേഹത്തിന് പാർട്ടിയും സസ്പെൻഡ് ചെയ്തു, പിന്നെ പുറത്താക്കി. അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ പിണറായി വിജയൻ അദ്ദേഹത്തിനെതിരെ കള്ളക്കേസുകൾ, ഉമ്മൻചാണ്ടിക്കെതിരെ എടുത്ത പോലുള്ള കള്ളക്കേസ് കൊണ്ടുവന്നപ്പോൾ ആ സമയത്ത് അല്ലെങ്കിൽ UDF പ്രതിരോധത്തിലാകുമായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൽ വലിയൊരു പ്രതിരോധം ആകുമായിരുന്നു. പക്ഷേ അവിടെ അദ്ദേഹം കാണിച്ചെന്താ? ശബരിമലയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളെ പോലും നിങ്ങൾ പുറത്താക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ കൂടെയുള്ള ഗണേശൻ അടക്കമുള്ള ആളുകളെ ഇപ്പോഴും പുറത്താക്കിയിട്ടില്ല. നിങ്ങൾ പുറത്താക്കിയിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് നിലപാട് ഇതാണ് എന്ന് കാണിക്കാനും അത് സ്ത്രീകളുടെ അടക്കം പിന്തുണ ആർജിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അത് അദ്ദേഹത്തിന്റെ നിലപാടാണ്. ഇത് സാംസ്കാരിക ലെവലിലും സാധാരണക്കാരുടെ ഇടയിലും എല്ലാം തന്നെ അദ്ദേഹത്തിന് വലിയ നേട്ടമുണ്ടാക്കി. അതുകൊണ്ടാണ് മാത്രമല്ല വെള്ളാപ്പള്ളി അടക്കമുള്ള മത നേതാക്കന്മാരുടെ തിണ്ണനിറങ്ങാൻ ഞാൻ പോകില്ല എന്നുള്ള നിലപാടും കൃത്യമായിട്ട്. അതോടൊപ്പം തന്നെ പൊതുയുഗ യാത്രയുടെ വിജയം എന്താണ്? നിയമസഭയിൽ പുലിയായ ഈറ്റപ്പുലിയെ പോലെ ചാടി വീഴുന്ന, പിണറായി വിജയനെ നേരിട്ട് ഏറ്റുമുട്ടുന്ന, വരച്ചവരയിൽ സ്പീക്കർ അടക്കം നിർത്തുന്ന VD സതീശൻ നടത്തുന്ന പോരാട്ടത്തിന്റെ
ജനകീയ വിജയമാണ് പുതിയ യാത്രയിൽ ഉണ്ടായത്. നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ അദ്ദേഹം നടത്തിയ കഠിനമായ പ്രയത്നം മാത്രമല്ല, അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ, ഇവന്റെ ജനകീയ മുഖം, നിലപാടുകൾ ആണ് ഈ ഇലക്ഷനിൽ UDF വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവരും എത്തിച്ച ശേഷമാണ് പിന്നെ പലരും മുഖ്യമന്ത്രിയാകാം എന്ന് പറഞ്ഞ് രംഗത്ത് വന്നത്. അതിന്റെ സുധാകരന്റെ പോസ്റ്റ് എന്ന് പറയുന്നത് തീർത്തും മോശമായ കാര്യമായി പോയി എന്നാണ് പറയാനുള്ളത്. അദ്ദേഹത്തിന് ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാതിരുന്നത്. അദ്ദേഹം അല്ല സാർ, ഒരു കാര്യം ഇടയ്ക്ക് എടുത്ത് ചോദിച്ചിട്ട്, ഇപ്പം അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ നിയമസഭയിൽ മത്സരിച്ചിട്ട് മുഖ്യമന്ത്രി ആവണമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ പാർലമെന്റിലേക്ക് സുധാകരൻ മത്സരിക്കാൻ പോയത്? അല്ല, സുധാകരൻ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള MP ആയിരിക്കെ അദ്ദേഹം ചെയ്യേണ്ടത്, അദ്ദേഹത്തിന്റെ കീഴിലുള്ള ശിഷ്യന്മാരായ എത്രയോ പേരുണ്ട്, അവർക്ക് അവസരമില്ലാതെ നിൽക്കല്ലേ. കണ്ണൂരിൽ നല്ല കഴിവുള്ള എത്രയോ പേരുണ്ട്, അവർക്ക് MLA ആയിട്ട് മത്സരിക്കാനുള്ള അവസരം കൊടുക്കല്ലേ അദ്ദേഹം വേണ്ടത്. അദ്ദേഹമായി ഞാൻ നല്ല അടുപ്പം വെച്ചുകൊണ്ട് പറയുകയാണ്, അദ്ദേഹത്തിന്റെ ആ പ്രവൃത്തി വളരെ മോശമായി. അതിന് ശക്തമായ നിലയിൽ പ്രതിരോധം തീർത്തത് VD സതീശനാണ്. അതിന് കാരണം അത് ശരിയല്ല. ഒരു സ്ഥാനത്ത് ജയിച്ചു, ബാക്കിയുള്ളവർക്കും അതേപോലെ അവസരം വേണ്ടേ? ഈ സുധാകരൻ മാത്രം എല്ലാ കാലത്തും MLA ആയിട്ട് MP ആയിട്ട് മത്സരിച്ചാൽ മതിയോ? അടൂർ പ്രകാശ് ഇതേപോലെ മുന്നോട്ട് വന്നപ്പോൾ പിന്നെ പലരും മുന്നോട്ട് വന്നു. അപ്പൊ അങ്ങനെ ഉള്ള ഒരു നിലപാടെടുത്ത സ്ഥാനത്താണ് ഇപ്പോൾ MP ആയ KC വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സുധാകരൻ വന്നിരിക്കുന്നത്. അതായത് MP ആണ് അദ്ദേഹം. അപ്പം ഈ സുധാകരൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ 2 ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരുമല്ലോ. അതെ, ഒന്ന് നിയമസഭയിലേക്ക് KCയെ തെരഞ്ഞെടുപ്പിച്ചെടുക്കണം, പാർലമെന്റിലേക്കുള്ളത്. അപ്പം അത് ഭാരിച്ച സാമ്പത്തിക ബാധ്യതയാണ്. ഇതൊരു വാശിയുടെ പുറത്ത്, അല്ല വൈരാഗ്യത്തിന്റെ പുറത്തിലേക്ക് സുധാകരൻ ചെറിയ കുട്ടികളെ പോലെ പിടിവാശി കാണിക്കുന്നതും ഇത്തരം കോൺഗ്രസിനുള്ളിൽ കലാപം ഉണ്ടാക്കുന്നു അദ്ദേഹം സ്വന്തമായിട്ട് ചെയ്യുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. KC വേണുഗോപാൽ എന്ന് പറഞ്ഞ നമ്മുടെ MP, ആലപ്പുഴയിലെ MP പ്ലാൻ ചെയ്ത്, അദ്ദേഹം AICC ജനറൽ സെക്രട്ടറി കൂടിയാണല്ലോ, പ്ലാൻ ചെയ്ത് അദ്ദേഹത്തിന് വല്ലാത്ത മോഹമുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ. ഇപ്പോൾ ഈ അവസരം ഇത്തവണ ഉറപ്പായിട്ട് UDF വിജയിക്കുമെന്നുള്ള അവസ്ഥയിൽ അതിനെ കിട്ടാൻ, അതിന് ഇതാവാൻ വേണ്ടിയിട്ടാണ് സുധാകരനെ മുന്നിലിട്ട് കളിക്കുന്നത്. ഇത് വേണുഗോപാലിന്റെ ചീഞ്ഞു നാറിയ രാഷ്ട്രീയമാണ്. ഇത് വേണുഗോപാലിന്റെ പ്രേരണ കൊണ്ട് തന്നെയാണ് സുധാകരനെ ഇത്ര പോസ്റ്റ് ഇട്ടേക്കണം എന്നുള്ളത് അറിയാമല്ലോ. അതിന്റെ ഏറ്റവും രസകരമായ കാര്യം, ആ പോസ്റ്റ് ഇട്ട ശേഷം 10,000-കണക്കിന് ആൾക്കാരാണ് അതിന്റെ താഴെ കമന്റ് ചെയ്തിട്ട് വോട്ടിച്ചിരിക്കുന്നത്. പോസ്റ്റ് പിൻവലിച്ചു എന്നാണ് കേൾക്കുന്നത്. കാരണം അത്രയും ആളുകൾ അതിനെതിരായി തീർന്നിരിക്കുന്നു. ഞാനൊരു പോസ്റ്റ് ഇട്ടുന്നല്ലേ, 100-കണക്കിന് ആൾക്കാരാണ് അതിനകത്ത് VD സതീശനെ പറ്റി പറഞ്ഞത് ശരിയാണ്. എനിക്ക് VD സതീശൻ തന്നെ മുഖ്യമന്ത്രി ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ അദ്ദേഹം 2021 മുതൽ 2026 വരെയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതാവായി സ്ഥാനം കൊടുത്തു. അധികാരത്തിലെത്തിച്ചാൽ അദ്ദേഹത്തിന് തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കേണ്ടത്, വേറെ ആർക്കുമല്ല. അതേപോലെ 2016 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ രമേശ് ചെന്നിത്തല ഫൈറ്റ് ചെയ്തിട്ട് വന്ന സന്ദർഭത്തിൽ അദ്ദേഹം വിജയിച്ചിട്ട് അദ്ദേഹത്തിനായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കേണ്ടിയിരുന്നത്. അപ്പൊ അതൊരു കീഴ്വഴക്കമാണ്, മാത്രം മര്യാദയാണ്. ആ മര്യാദകളെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് ആസൂത്രിതമായിട്ട് KC വേണുഗോപാൽ ഈ കളി കളിക്കുന്നത്. ആദ്യം സുധാകരൻ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമാണ് സംസാരിച്ചിരുന്നത്. രമേശ് ചെന്നിത്തല അന്ന് ആ ധാരണ, ഡൽഹിയിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് എപ്പോഴും KC വേണുഗോപാലിന്റെ അടുത്തുനിന്നാണല്ലോ. അപ്പം അതിൻ്റെ അകത്ത് KC വേണുഗോപാൽ അങ്ങനെ വന്നാൽ വേണമെങ്കിൽ സുധാകരനും മത്സരിക്കാം. ഈ പോസ്റ്റ് ഇട്ടതിന്റെ പുറകെ തന്നെ സുധാകരൻ ഡൽഹി പോവുകയും ചെയ്തു. അല്ലാതെ അതേപോലെ KC വേണുഗോപാലുമായി ധാരണയായിട്ട് വേണമെങ്കിൽ സുധാകരൻ ഒന്നും കൂടി മത്സരിച്ച് മന്ത്രിയാവാം ആഗ്രഹം ഉണ്ടാവും. KC വേണുഗോപാൽ വന്നാൽ മാത്രമേ അങ്ങനെ മന്ത്രിസ്ഥാനത്തേക്ക് വരാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു മനസ്സിലുണ്ടായിരിക്കാം, പ്ലാൻ ഉണ്ടായിരിക്കാം. KC വേണുഗോപാൽ അങ്ങനെ ഉറപ്പ് കൊടുത്തിരിക്കാം. സാർ, ഇത് ഫലത്തിൽ UDFന് അനുകൂലമായി വോട്ട് ചെയ്ത ആളുകൾക്കെതിരെയുള്ള ഒരു വെല്ലുവിളിയല്ലേ ഇത്തരത്തിലുള്ള? തീർച്ചയായിട്ടും. കാരണം കഴിഞ്ഞ 5 വർഷത്തെ 10 വർഷത്തെ കേരളത്തിലെ മാഫിയ ഭരണം ജനങ്ങളിൽ ഉണ്ടാക്കിയ അരക്ഷിതാവസ്ഥയും ഭീകരതയും എല്ലാ തരത്തിലും കേരളത്തിലെ ജനങ്ങളെ സാമ്പത്തികമായി ഞെരുക്കത്തിൽ എത്തിച്ചുള്ള അവസ്ഥയും എല്ലാത്തിനും കാരണമായി പിണറായി വിജയനെ ആട്ടി ഓട്ടിക്കാൻ്റെ മുൻകൈ എടുത്ത് ഒരുമിച്ച് നിന്ന് പോരാടേണ്ടതിന് പകരം ഇത്തരത്തിൽ പരസ്പരം തല്ലി ഇതുവരെ ഉണ്ടാക്കിയ വിജയത്തെ ഇല്ലാതാക്കാനും, UDF വന്നാൽ ഇങ്ങനെ തമ്മിൽ തല്ലുന്ന ആളുകളാണ് ഭരിക്കാൻ പോകുന്നത് പ്രതീതി ഉണ്ടാക്കാനും സൃഷ്ടിക്കുന്നതിൽ സുധാകരൻ കാണിച്ച വീഴ്ച ചെറുതൊന്നുമല്ല. അദ്ദേഹം എത്ര തന്നെ വലിയ ആളാണെങ്കിലും, എത്ര തന്നെ ഗർജനം നടത്തുന്ന ആളാണെങ്കിലും, അത് ഇപ്പം കാണിച്ചതൊക്കെ മര്യാദകേടും UDFനെതിരെയുള്ള വോട്ട് ചെയ്ത ജനങ്ങളോടുള്ള ഒരു അവഹേളനവുമാണ് എന്ന് പറയുന്നത്. ഇത് അവസരവാദപരമായ ഒരു രാഷ്ട്രീയ കളി തന്നെയായി പോയി. അല്ല, അത് ഒരിക്കലും അദ്ദേഹം കാണിക്കാൻ വേണ്ടി KC വേണുഗോപാലാണ് ഇതിന് ഉത്തരവാദി എന്ന് പറയാൻ, നിയന്ത്രിക്കേണ്ടത് KC വേണുഗോപാലാണ്.
അദ്ദേഹം വിളിച്ച് പറയണം ആരോട് കെ സുധാകരനോട് നിർത്താൻ വേണ്ടിയിട്ട്. അല്ല, ഇതിനെതിരെ ശക്തമായിട്ട് ഇപ്പോൾ കെ മുരളീധരൻ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഈ വാട്സപ്പിലൂടെയും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളല്ല ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ ഹൈക്കമാൻഡും കൂടി ചേർന്നിട്ടാണ്. അതിനൊരു പ്രോസസ്സിംഗ് ഉണ്ട്, ആ പ്രോസസ്സിംഗ് വഴിയേ നടക്കുകയുള്ളൂ. അല്ലാതെ ഇത്തരം FB കുറിപ്പുകളോ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളോ അല്ല മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത്. കൃത്യമായി തന്നെ കെ മുരളീധരൻ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അതായത് കെ മുരളീധരൻ പക്വതയോട് കൂടിയിട്ട് പറഞ്ഞ ഒരു പ്രസ്താവനയാണിത്. അദ്ദേഹം ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, തമ്മിൽ തല്ലാനുള്ള അവസരമല്ലത്. നേരത്തെ ഇലക്ഷന് മുമ്പ് പറഞ്ഞു, നിങ്ങൾ മുഖ്യമന്ത്രി ആരാ മറ്റേന്ന് പറയേണ്ട ഒരു അവസരമല്ല, എങ്ങനെ ഈ ഭരണം അവസാനിപ്പിക്കാനാണ് എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടത്. അതിനുശേഷം ഇലക്ഷൻ കഴിഞ്ഞ ശേഷം അദ്ദേഹം തീർത്തു പറഞ്ഞു, ഈ കളി ശരിയല്ല, ചീഞ്ഞു നാറിയ കളിയാണ് കളിക്കുന്നത്, ഇതൊന്നും UDF ചേർന്ന മര്യാദയായ കാര്യമല്ല എന്ന് പക്വതയുള്ള ഒരു നേതാവിൻ്റെ ഗുണമാണ് കെ മുരളീധരൻ കാണിച്ചത്. അതുതന്നെയാണ് സത്യം. കാരണം കഴിഞ്ഞ 10 വർഷം കൊണ്ട് ജനങ്ങൾ വീർപ്പുമുട്ടി കഴിയുന്ന ഒരു കേരളത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനൊരു അവസരം കിട്ടിയ സന്ദർഭത്തിൽ ഇത്തരം വൃത്തികേട് പറയാന്ന് പറയുന്നത്, ഇത്തരം വൃത്തികേടായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെതിരാണ്, UDF-നെതിരാണ്, കേരളത്തിലെ ജനങ്ങൾക്കെതിരാണ്. അല്ല, ഇവരിതുപോലെ തന്നെ തമ്മിത്തല്ലി ഇങ്ങനെ കലഹിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വീണ്ടും ഇനിയും പ്രതിപക്ഷത്തിരിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നുമല്ലേ? അല്ല, അതിന്റെ പരിപൂർണ്ണ ഉത്തരവാദി KC വേണുഗോപാലായിരിക്കും. KC വേണുഗോപാലിന്റെ പേര് പറയുമ്പോൾ KC വേണുഗോപാലിന് ഉത്തരവാദിത്വം ഉണ്ടല്ലോ, നിങ്ങൾ അങ്ങനെ പറയരുത് എന്ന് അദ്ദേഹം അവരെ തിരുത്തിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾ ആ പോസ്റ്റ് പിൻവലിക്കണം, എന്തുകൊണ്ടാണ് പറയാത്തത്? അത് ശരിയല്ലല്ലോ. KC വേണുഗോപാലാണ് ഇതിനകത്ത് വില്ലൻ, യാതൊരു സംശയമില്ല. എന്തായാലും ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണാം. നമുക്ക് എന്തായാലും ചിലപ്പം പിണറായി അധികാരത്തിൽ വരില്ല എന്നൊക്കെ പറയാൻ പറ്റുമോ? അതും കാരണം നമുക്കറിയാത്തൊരു വേവ് വേറെ ഉണ്ടായിരുന്നെങ്കിലോ. ഈ പെൻഷൻ 2000, 4000 കിട്ടിയിട്ടുണ്ട്. 65 ലക്ഷം പേര് ഈ പെൻഷൻ കൈപ്പറ്റിയ ആൾക്കാരുണ്ട്. കിറ്റ് കൊടുത്ത് സ്വാധീനിച്ചതുപോലെ കിറ്റിനെക്കാളപ്പുറം പെൻഷൻ 4000 രൂപ കിട്ടി. അപ്പോൾ തന്നെ വോട്ട് ചെയ്യാൻ പോയ ഒരു സാഹചര്യമുണ്ട്. അതായിക്കൂടെ? ചിലപ്പം അവർ മാറി ചിന്തിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു സീറ്റെങ്കിലും അധികം കിട്ടിയാൽ പോരെ, ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ BJP-യുടെ വോട്ട് CPM-ന് പോയിട്ടുണ്ട്. CPM-ന്റെ 10 സീറ്റിൽ വോട്ട് തിരിച്ചിട്ടും പോയിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ കണക്ക് കൂട്ടാൻ പറ്റാത്ത കാര്യങ്ങളാണ്, പറയാൻ പറ്റില്ല. ഭരണവിരുദ്ധ വികാരവും അതേപോലെ ഏറ്റവും ഗുണമുള്ളത് കേരളത്തിൽ പിണറായിയുടെ ബോർഡ് എല്ലായിടത്തും സ്ഥാപിച്ചുകൊണ്ട് ജനങ്ങൾക്ക് അയാളെ ഫോട്ടോ കാണുമ്പോൾ വെറുപ്പോട് കൂടിയിട്ട് UDF-ന് അനുകൂലമായി വോട്ട് ചെയ്തു. പിണറായി വിരുദ്ധ വികാരം കൂടി ഉണ്ടായിരുന്നു, ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. ഒപ്പം ഭരണവിരുദ്ധ വികാരത്തെക്കാൾ 100 ഇരട്ടിയായിരുന്നു പിണറായി വിരുദ്ധ വികാരം. അത് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളും വലിയ ബോർഡ് വെച്ചതുകൊണ്ട് പിണറായിന്റെ ഫോട്ടോ പെട്ടെന്ന് കാണാൻ പറ്റുന്നതുകൊണ്ടും അപ്പം തന്നെ വെറുപ്പോട് കൂടി വോട്ട് ചെയ്തിട്ടുണ്ടാകും ജനങ്ങളെ. ആ ബോർഡ് ഗുണത്തിൽ ശരിക്കും ഗുണം ചെയ്തിരിക്കുന്നത് UDF-നാണെന്നാണ് കരുതേണ്ടത്. എന്തായാലും അടിയൊഴുക്കുകൾ സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ 2 തരത്തിൽ അടിയൊഴുക്ക് ഉണ്ടാവാം. ഒന്ന് BJP-യുടെ വോട്ട് മറച്ചു കൊടുക്കുന്നത്, 2 ഈ ഇത്തരത്തിൽ ഇതില്ലേ പിന്നെ പെൻഷൻ കൊടുത്തത് വഴി ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു വികാരം. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഈ MLA-മാർ കഴിഞ്ഞ തവണ മത്സരിച്ച MLA-മാർ തന്നെയാണ് വീണ്ടും മത്സരിച്ചത്. അവർക്ക് മണ്ഡലത്തിൽ നേരിട്ടുള്ള ബന്ധങ്ങൾ കൊണ്ട് അവർ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും വരാം. പിണറായി വിരുദ്ധ നിനക്കാണ് നല്ലത്, അവർക്ക് നേരിട്ടുള്ള ബന്ധം വഴിയുള്ള ഒരു സ്വാധീനം ഉണ്ടെങ്കിൽ അവർക്ക് പേഴ്സണൽ വോട്ട് വഴി ജയിക്കാം. ഈ 3 കാര്യങ്ങൾ കൊണ്ട് ചിലപ്പം LDF അധികാരത്തിൽ വരാം. ഇല്ലാന്ന് തള്ളി പറയാൻ ഒന്നും പ്രവചിക്കാൻ പറ്റാത്ത ഭീകരമാണ് ഭരണവിരുദ്ധ വികാരം. അത് കൃത്യമാണെന്നുള്ളതുകൊണ്ടാണ് ഇവർ അധികാരത്തിൽ വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അപ്പകർഷത്തിന് വേണ്ടി കോലാഹലങ്ങളൊക്കെ നടക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും മെയ് 4 ശേഷം നമുക്ക് മെയ് 4 വരെ കാത്തിരിക്കുക. ഈ അടിപൊളി അതുവരെ ഉണ്ടാവും. ചിലപ്പോൾ അതിന് ശേഷമായിരിക്കും അടി കൂടുതൽ ഉണ്ടാവുക.